നമസ്കാരം. ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കും ഗൂഢാലോചനയും വ്യക്തമായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രതീക്ഷിച്ച പോലെ നീങ്ങാത്തതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ.പി. ശങ്കരദാസ്, വിജയകുമാർ എന്നിവരെ ഒഴിച്ചു നിർത്തുന്നതിലെ ഉത്കണ്ഠയാണ് കോടതി രേഖപ്പെടുത്തിയത്. തൊട്ടുപിന്നാലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ SIT അറസ്റ്റ് ചെയ്തു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പ്രവേശിച്ചിരിക്കുന്നു. വൻ തോക്കുകളെ ഒഴിവാക്കരുത് എന്ന കോടതി പരാമർശത്തിൽ മറഞ്ഞിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള അവിശ്വാസമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, BJP-യിൽ നിന്ന് ശ്രീ ഗോകുൽ ഗോപിനാഥ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ A സജീവൻ എന്നിവരാണ് എൻകൗണ്ടറിൽ ഇന്ന് അതിഥികൾ. ഡോക്ടർ PK ഗോപൻ, എപ്പോഴൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ അന്വേഷണ ഗതിയുമൊക്കെ നമ്മൾ ചർച്ചയാക്കിയിട്ടുണ്ടോ, അന്നെല്ലാം CPM-ന്റെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എടുത്തൊരു നിലപാടാണ് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു, സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഞങ്ങളുടെ ടീം കൃത്യമായത് അന്വേഷിക്കുന്നുണ്ട്, കോടതിയിൽ ഈ കാര്യങ്ങൾക്ക് ഒക്കെ കോടതിയുടെ മേൽനോട്ടമുണ്ട്, അതുകൊണ്ട് ഒന്നും മറച്ചു വെക്കാനില്ല, ആരിലേക്കുമുള്ള ഒരു അന്വേഷണവും തടസ്സപ്പെടുത്തില്ല, സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ എന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്നായിരുന്നു എല്ലാ ചർച്ചകളിലുമുള്ള താങ്കളുടെ വാദം. ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇന്ന് ഏത് അന്വേഷണ സംഘത്തെക്കുറിച്ചാണോ താങ്കൾ പറഞ്ഞത്, അതേ അന്വേഷണ സംഘം വേണ്ട രീതിയിൽ പരിശോധനകൾ നടത്തുന്നില്ലേ, എവിടെയെങ്കിലും ഈ അന്വേഷണം തട്ടിത്തടഞ്ഞു നിൽക്കുകയാണോ എന്ന ഉത്കണ്ഠ കോടതി രേഖപ്പെടുത്തുകയാണ്. അതായത് എന്തുകൊണ്ടാണ് വാസുവിനും പത്മകുമാറിനും അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകാത്തത്, എന്തുകൊണ്ടാണ് വൻ തോക്കുകളിലേക്ക് ഈ അന്വേഷണം തിരിയാത്തത്, എന്തുകൊണ്ടാണ് ഡിസംബർ 5-ന് ശേഷം ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ്. അവിടെ സർക്കാരിൻ്റെ സമ്മർദ്ദവും സ്വാധീനവും സംശയിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നതല്ലേ SIT-യിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന, അല്ലെങ്കിൽ SIT-യുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ? അതിൽ എൻ്റെ നിലപാടിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുമ്പോൾ ശ്രീ ഗോപികൃഷ്ണൻ, നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഇതിനൊരു മറുവശമാണ് അന്ന് ചാർത്തി തന്നത്. അതായത് SIT-ക്ക് എന്തെങ്കിലും മേന്മയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട, അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് SIT-യെ നിശ്ചയിച്ചത് എന്ന രൂപത്തിലായിരുന്നു നിങ്ങളതിനെ കൗണ്ടർ ചെയ്യാൻ പരിശ്രമിച്ചത്. അപ്പോൾ ഇത് ഹൈക്കോടതിയും SIT-യും തമ്മിലുള്ള ഏർപ്പാടാണ്. ഇതിനകത്ത് സർക്കാരിന് കാര്യമൊന്നുമില്ല, സർക്കാരിൻ്റെ സമ്മർദ്ദത്തിനും പ്രശ്നമില്ല. ഇത് വളരെ കൃത്യമാണ് കാര്യങ്ങൾ. SIT-യും സർക്കാരും തമ്മിൽ, SIT-യും ഹൈക്കോടതിയും തമ്മിൽ, ഹൈക്കോടതി നിശ്ചയിച്ച SIT, ആ SIT വളരെ കൃത്യമായി ഇന്നത്തെ പുതിയ വാർത്ത കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് SIT ആ ജോലിയിൽ തന്നെയാണ്. പിന്നെ കോടതി പറയുമ്പോൾ അറസ്റ്റ് ചെയ്യൽ, അത് കോടതി തെളിവ് സഹിതം പിന്നെ കണ്ടെത്തിയാലല്ലേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവന്നാൽ കോടതി ജാമ്യം കൊടുത്ത് വിടത്തില്ലേ. അപ്പോൾ കോടതിയുടെ മുമ്പിൽ അവർക്ക് ഹാജരാക്കണമെങ്കിലും കൃത്യമായി തെളിവ് കണ്ടുപിടിക്കണം. തെളിവിൻ്റെ അപര്യാപ്തത കൊണ്ടാണല്ലോ ഈ നെട്ടോട്ടം എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് തെളിവ് കൃത്യമായി മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ടാണ് തെളിവ് പരമാവധി ഹാജരാക്കിയതുകൊണ്ടാണ് പലർക്കും ജാമ്യം കിട്ടാതിരിക്കുന്നത്. പല ആളുകളും അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി ജാമ്യം കൊടുക്കാതിരിക്കുന്നത് SIT നല്ല തെളിവുകൾ കൊടുത്തതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എപ്പോഴേ ജാമ്യം കൊടുത്തതിനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് SIT-യും കോടതിയും തമ്മിലുള്ള പ്രശ്നമാണിത്. SIT കൃത്യമായി അന്വേഷിച്ച് വരുന്നതാണ് ഞങ്ങളുടെ നിലപാട്. അതിനകത്ത് എവിടെയെങ്കിലും ദൗർബല്യം ഉണ്ടെങ്കിൽ അത് SIT-യെ നിശ്ചയിച്ച കോടതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം, ബഹുമാന്യ കോടതിക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. ഇനി ആ SIT ടീം പര്യാപ്തമല്ല, ഗവൺമെൻറ് വേറെ ആളുകളെ കൊടുക്കണം എന്ന് ബഹുമാന്യ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അതിലും തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിയ ആ പ്രശ്നം വളരെ കൃത്യമായി, ആ നിലപാട് അങ്ങിപ്പോൾ എൻ്റെ നിലപാടിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട്, എൻ്റെ നിലപാടെന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ എൻ്റെ നിലപാടല്ല, അത് ഇടതുപക്ഷത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിലപാടാണ്. അത് ഞാനിവിടെ പലപ്പോഴും അവതരിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അത് എൻ്റേതായ ശൈലിയിൽ ചില അഡീഷനൊക്കെ അതിനകത്തുണ്ടാകും, അത്രയേ ഉള്ളൂ. ബാക്കി ഒരു നിലപാടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിനകത്ത്
CPIMനോ ഗവൺമെൻറ്റിനോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ആ അന്വേഷണം ശക്തമായി നടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ അറസ്റ്റും കൂടി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ശ്രീ സന്ദീപ് വാര്യർ, ഈ താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ കൂടി ചോദ്യം ചെയ്യണം. വൻ തോക്കുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോഴും ഈ അന്വേഷണം പോകുന്നത്. SITയിൽ അവിശ്വാസമില്ല, അതേസമയം തന്നെ SITക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ന് കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളോടുള്ള ഡോക്ടർ PK ഗോപന്റെ പ്രതികരണം താങ്കൾ കണ്ടല്ലോ. കോടതി നിശ്ചയിച്ചു, കോടതിയുടെ മേൽനോട്ടം, കോടതി തീരുമാനിച്ച സംഘം അവർ നടത്തുന്നു. അത് കോടതിയും SITയും തമ്മിലുള്ള ഇടപാടാണ്. അതിനി സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ്. ആ വാദത്തെ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ സർക്കാർ സമ്മർദ്ദം ചെലുത്തി എന്ന ആക്ഷേപം നിലനിൽക്കുമോ? നോക്കൂ, ഇത്രയും ദിവസം CPMന്റെ പ്രതിനിധികളുടെ ഒരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന അറസ്റ്റുകളുടെ ക്രെഡിറ്റൊക്കെ പിണറായി വിജയന്, അതുമായി ബന്ധപ്പെട്ട് നടന്ന നടപടിക്രമങ്ങളുടെ ക്രെഡിറ്റൊക്കെ പിണറായി വിജയന്. എന്നാൽ അതേ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവരെല്ലാം പാർട്ടി നേതാക്കളാണെങ്കിലും അവരെ സംരക്ഷിക്കും. ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി SITയുടെ അന്വേഷണത്തിൽ വേണ്ടത്ര തൃപ്തിയില്ല എന്ന് പറയുകയും വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നും പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഹൈക്കോടതിക്ക്. ഇതിപ്പോൾ അന്യനെയും അമ്പിയെയും അനുസ്മരിപ്പിക്കുന്ന നിലപാടാണ്. പലതരത്തിലുള്ള മാനറിസങ്ങൾ അല്ല, പലതരത്തിലുള്ള ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ദ്വന്ദ്വ വ്യക്തിത്വമൊന്നുമല്ല, ഒരു 3-4 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ചർച്ചകളിൽ ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്ത് അവർ ഈ അന്വേഷണത്തിന് ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു, പ്രതികളെ അറസ്റ്റ് ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു. മറുവശത്ത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഹൈക്കോടതിക്കാണെന്ന് പറയുന്നു. എന്നാൽ അതേ സമയത്ത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള CPM നേതാക്കന്മാരിൽ അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അവരെല്ലാവരും ഈ അന്വേഷണം കഴിഞ്ഞ് കോടതി അവരെ കുറ്റക്കാരെന്ന് ശിക്ഷ വിധിക്കുന്നതുവരെ അവരൊക്കെ നിരപരാധികളാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തിൽ പാർട്ടി ഇരിക്കുന്നു. വാസ്തവത്തിൽ ഇവരുടെ നിലപാടെന്താ? അവർക്ക് തന്നെ ശ്രീ ഗോപന് തന്നെ CPMന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുകൊണ്ട് ഓരോ ദിവസവും വന്ന് ഓരോ തരത്തിൽ നിലപാടുകൾ പറയുകയാണ്. വാസ്തവത്തിൽ ഈ ചർച്ച തുടങ്ങിയത് മുതൽ അവസാനിക്കുന്ന വരെയുള്ള ഇന്നത്തെ ദിവസം വരെയുള്ള ഇവരുടെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു വിഷയത്തിൽ തന്നെ പല നിലപാടുകൾ പറഞ്ഞ മറ്റൊരു സംഭവം സമീപകാലത്ത് എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടക്കത്തിൽ ആദ്യത്തെ ദിവസത്തെ നിലപാട് എന്തായിരുന്നു? ഇവരുടെ തന്നെ കൈരളി TVയും ദേശാഭിമാനിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടേ ഇല്ല, സ്വർണം കൂടുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അവിടുന്ന് സ്വർണം കൊണ്ടുപോയപ്പോൾ സ്വർണം കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്തത് എന്നായിരുന്നല്ലോ വാദം. അത് കഴിഞ്ഞ് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതിലേക്ക് വാദം എത്തി. സ്വർണം നഷ്ടപ്പെട്ട സമയത്ത് CPM നേതാക്കന്മാർക്ക് ആർക്കും പങ്കില്ല, ഇതെല്ലാം ചെയ്തത് ദേവസ്വം ഉദ്യോഗസ്ഥർ മാത്രമാണ്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്ന് നിലപാടായിരുന്നു. അത് കഴിഞ്ഞ് ദേവസ്വം ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നായി. അവസാന അന്വേഷണം പത്മകുമാറിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ മുരാരി ബാബുവിലേക്കും അതിനുശേഷം വാസുവിലേക്കും ഒക്കെ എത്തിയപ്പോൾ ഈ പത്മകുമാറും അതുപോലെ തന്നെ വാസുവും ഒക്കെ നിരപരാധികളാണ്, എന്നാൽ അന്വേഷണം കൃത്യമാണ് എന്ന നിലപാടിലേക്ക് എത്തി. ഈ അറസ്റ്റ് നടന്നത് മുഴുവൻ പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞു. എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ പറയുന്നു, ഹൈക്കോടതി ശാസിച്ചപ്പോൾ പറയുന്നു, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഹൈക്കോടതിയിലാണ്. ഇത് എവിടുത്തെ നിലപാടാണ് ഇത്? ഇത്രത്തോളം നിലപാടുകളിൽ വൈരുദ്ധ്യമുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? ഇത് പൂർണ്ണമായിട്ടും CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള, മുൻ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ക്ഷേത്രക്കൊള്ളയാണെന്ന്, സ്വർണ്ണക്കൊള്ളയാണെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കണം, അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് UDF കൃത്യമായി പറയുന്നത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആരാണ്? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളല്ലേ? ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ഉണ്ട് എന്നാണ്. അത് UDF നേരത്തെ ആരോപിച്ചിരുന്നു, അതിപ്പോൾ കോടതി ശരിവെച്ചിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇപ്പോൾ കോടതി നിശ്ചയിച്ച ടീമാണ്, കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതാണ്, പക്ഷെ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നത്? അല്ല, അത് കേവല യുക്തിയല്ലേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം, SIT അന്വേഷണം നടക്കുന്നു. ആ SITയിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പേറോളിലുള്ള ഉദ്യോഗസ്ഥരാണ്, കേരള പോലീസിലെ ഉദ്യോഗസ്ഥരാണ്. ഇന്ദിരാഭവനിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റില്ലല്ലോ. ഞങ്ങളല്ലല്ലോ 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്നത്. ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള പാർട്ടിയല്ലേ. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഏത് ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയാലാണ് ഈ അന്വേഷണം വഴിതെറ്റുക? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്.
ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം വഴിതെറ്റുകയും യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നത്. വൻ തോക്കുകളിലേക്ക് എത്തരുത് എന്ന് നിർബന്ധം അവർക്കാണുള്ളത്, മറ്റാർക്കാ ഉള്ളത്? ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടവർ, CPM-ന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ ഈ നിമിഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം വരെ പത്മകുമാറിനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഈ നിമിഷം വരെ വാസുവിനെ തള്ളി പറയാൻ തയ്യാറായിട്ടുണ്ടോ? എന്തേ അവർ ചെയ്യാത്തത്? ജയിലിൽ കിടക്കുകയല്ലേ? എത്ര ദിവസമായി കൊട്ടാരക്കര ജയിലിൽ രണ്ടുപേരും കിടക്കുന്നു. ഈ രണ്ടുപേരെയും തള്ളി പറയാൻ എന്താണ് നിങ്ങൾക്ക് ഇനിയും പ്രശ്നമുള്ളത്? ഇവരെ പാർട്ടി നടപടിയെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് ഇനി തടസ്സമുള്ളത്? അപ്പോൾ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ തന്നെ പോലീസ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജയിലിൽ അടച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഈ അന്വേഷണം ശരിയല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ പക്ഷപാതപരമായി പെരുമാറുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടം ശരിയല്ല എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പരസ്പര വൈരുദ്ധ്യത്താൽ നിറഞ്ഞ ഒരു നിലപാടുമായിട്ട് CPM മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അവർ ഉറപ്പില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് കണ്ടില്ല, ഇപ്പൊ വഴിയിൽ പോകുന്നവന്റെ മുഴുവൻ നെഞ്ചത്ത് കയറുകയാണ്. പാരഡി പാട്ട് പാടിയവന്റെ നെഞ്ചത്തല്ല ഇപ്പൊ കയറുന്ന ഏറ്റവും അവസാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പാരഡി എഴുതി ഉണ്ടാക്കിയ ആളുകൾക്ക് നേരെ എന്ത് നികൃഷ്ടമായ രീതിയിലാണ് വർഗീയ പ്രചരണം നടത്തിയത്. ആ പാരഡി എഴുതിയത് 4 മുസ്ലിങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായി പോയി എന്നുള്ളതിന്റെ പേരിൽ സംസ്ഥാനത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ഏറ്റവും നികൃഷ്ടമായ ശ്രമം നടത്തിയില്ലേ? അതിന്റെ പേരിൽ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം നേരിട്ടിട്ടല്ലേ അതിന്റെ യുദ്ധത്തിന് ഇറങ്ങിയത്? എന്ത് നെറികെട്ട രീതിയിലാണ് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ CPM ശ്രമിച്ചത്? നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ മരുതമലൈ മാമണിയെ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഭക്തിഗാനമുണ്ട്. അതാണ് പണ്ട് VD രാജപ്പൻ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരെ എന്ന് പറഞ്ഞുകൊണ്ട് പാരഡി എഴുതിയത്. ഇപ്പൊ ഇന്നായിരുന്നെങ്കിൽ VD രാജപ്പനെതിരെ ഒരു മുൻകാല പ്രാബല്യത്തോടെ കേസെടുക്കുമായിരുന്നില്ലേ? VD രാജപ്പനെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? അപ്പൊ ഈ സംസ്ഥാനത്ത് എത്രയോ ഭക്തിഗാനങ്ങളുടെ പാരഡി ഇറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ പാരഡി എഴുതിയവരെ മുഴുവൻ കേസിൽ പ്രതിയാക്കി ജയിലടക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേവലം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമമാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ശബരിമല പ്രക്ഷോഭവുമായി, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നടന്ന പ്രക്ഷോഭത്തിൽ ജയിലിൽ പോയ ആളാണ് ഞാൻ. എന്റെ കൂടെ പ്രക്ഷോഭത്തിന് ജയിലിൽ വന്നവരിൽ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് എന്നുള്ളതിന്റെ പേരിൽ പത്തനംതിട്ട ടൗണിനകത്ത് സമ്മേളനം വിളിച്ച് CPM സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ദേവസ്വം ബോർഡ് ആക്രമിക്കാൻ സന്ദീപ് വാര്യർ മുസ്ലിങ്ങളെ കൊണ്ടും ക്രിസ്ത്യാനികളെ കൊണ്ടും വന്നു എന്ന് പറഞ്ഞവരാണ് CPM-കാർ. അത്ര നാണം കെട്ട രീതിയിൽ പത്തനംതിട്ടയിൽ വർഗീയ പ്രചരണം നടത്തിയവരാണ്. നിങ്ങൾക്കറിയോ, ആ പത്തനംതിട്ട ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള മുസ്ലിം ക്രൈസ്തവ വിശ്വാസികളും കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അവരുടെയൊക്കെ പ്രദേശങ്ങളിൽ പോയി വർഗീയമായിട്ടുള്ള പ്രചരണം നടത്തി. ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവരുടെയൊക്കെ വാർഡിൽ പോയി അവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ, അയ്യപ്പ വിശ്വാസികളെ വോട്ട് അവർക്ക് എതിരാക്കി മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായി. അവിടെ പത്തനംതിട്ട ടൗണിൽ പൊതുയോഗം നടത്തി പറഞ്ഞതേ ഇവര്. അപ്പൊ ഈ ശബരിമല വിഷയത്തെ മതവർഗീയമായിട്ട് ഭിന്നിപ്പിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ ഇതിനെ ഉപയോഗിച്ചവരാണ് CPM-കാർ. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇതിലെ പരാമർശം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. UDF ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും ശരിവെക്കുന്നതാണ്. പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ആ അന്വേഷണം തടയാൻ വേണ്ടി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ പരാമർശം സൂചിപ്പിക്കുന്നത്. UDF ആദ്യമേ ഉന്നയിച്ചിരുന്നു, ഈ അന്വേഷണ സംഘത്തിന് മേൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദം ഉണ്ടാകുമെന്നുള്ള ഭയം ഞങ്ങൾ ആദ്യമേ പ്രകടിപ്പിച്ചിരുന്നു. അത് പൂർണ്ണമായും ഇപ്പൊ ശരിവെക്കുകയാണ്. കുറച്ച് ദിവസമായി ബ്ലോക്കായി നിൽക്കുകയാണല്ലോ. എവിടെയോ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് എന്താണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കുമ്പോൾ അത് സംസ്ഥാന മുഖ്യമന്ത്രി ഓഫീസിലേക്കാണ് ആ ബ്ലോക്ക് ചെന്ന് എത്തിച്ചേരുന്നത്. ഞാൻ വരാം. ശ്രീ ഗോകുൽ ഗോപിനാഥ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ അവർ ഈ രേഖകളൊക്കെ ആവശ്യപ്പെട്ട സമയത്ത് അത് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ അത് ഇപ്പോൾ കൊടുക്കണ്ട എന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ SIT-യുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കള്ളനോട്ട് നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം ED അന്വേഷിച്ചാൽ മതി എന്നൊരു നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് കോടതി ഇടപെട്ട് ചില ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഇത് ഏതാനും ചില ഉദ്യോഗസ്ഥരിലേക്ക്, ഏതാനും ചില ആളുകളിലേക്ക് ഈ അന്വേഷണം പരിമിതപ്പെടുത്തി അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ട് എന്ന് BJP സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ ED അന്വേഷണത്തിന് വരികയാണ്. കോൺഗ്രസിൻ്റെ ഒരു ആരോപണം, ഇത് ഒരു ആഗോള പുരാവസ്തു മാഫിയ സംഘമുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടപാടുകൾ ഇതിൻ്റെ ഭാഗത്ത് നടന്നിട്ടുണ്ടെന്നാണ്. കോടതിയുടെ പരാമർശങ്ങൾ, ഇപ്പോൾ കോടതി നിയോഗിച്ചതാണ് ഈ സംഘത്തെ, അവരാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ നടത്തിയിട്ടുള്ള അറസ്റ്റാണ്. അങ്ങനെ ഡിസംബർ 5-ന് ശേഷം ഈ അന്വേഷണം അതിനൊരു മെല്ലെപ്പോക്കുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വാധീനം മൂലമാണ്, സമ്മർദ്ദം മൂലമാണ്
എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നാണ് CPM പ്രതിനിധി ചോദിക്കുന്നത്. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഞങ്ങൾ അതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നാണ്. എങ്ങനെയാണ് BJP ഇന്നത്തെ പരാമർശങ്ങളെ കാണുന്നത്? ആദ്യമേ തന്നെ കോടതിയുടെയും ഈ പരാമർശത്തെ കൃത്യമായി ഗൗരവത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. രണ്ടാമത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇഡിയുടെ ഈ അന്വേഷണം, ഇഡിയുടെ പരിധിയിൽ അന്വേഷണം വരുന്നതിനെ ശുഭകരമായിട്ടാണ് അല്ലെങ്കിൽ സ്വാഗതം ചെയ്തുകൊണ്ടാണ് BJP സ്വീകരിക്കുന്നത്. ഇവിടെ CPMൻ്റെ പ്രതിനിധി ആദ്യമേ വയ്ക്കുന്ന വാദം, ഇത് കോടതി ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘമാണ്, പ്രത്യേക അന്വേഷണ സംഘമാണ്, അതുകൊണ്ട് അതിനകത്ത് CPMന് ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ അതിനകത്ത് വരില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ലിസ്റ്റിൽ 7ാമത്തെ ഷെഡ്യൂളിൽ വരുന്നതാണ് നമ്മുടെ പോലീസ്. സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് പോലീസ്. ഈ പോലീസിനെയാണ് കോടതി, ബഹുമാനപ്പെട്ട കോടതി അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കൃത്യമായി അന്വേഷണം പോയി, കോടതിയുടെ മേൽനോട്ടത്തിൽ പോയി. ഈ വൻ തോക്കുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അതിൻ്റെ എല്ലാം ആടുതല്ലികൾ, പിണറായി വിജയൻ്റെ ആടുതല്ലികളായിട്ടുള്ള വാസുവും പത്മകുമാറും മുരാരി അടക്കമുള്ള ആളുകൾ, പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ അതെല്ലാം ഒരു സ്വിച്ചിട്ടതുപോലെ അത് നിൽക്കുകയും പിന്നീട് ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് തന്നെ കോടതി എന്താ പറഞ്ഞൊരു വാക്ക്, ഈ പ്രത്യേക അന്വേഷണ സംഘം SIT ആലസ്യത്തിലാണോ എന്നാണ് കോടതി ചോദിച്ചത്. കോടതി തന്നെ നിയോഗിച്ച അന്വേഷണ സംഘത്തോട് കോടതി തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ആലസ്യത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കേരളത്തിൻ്റെ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന്, അവരുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം തർക്കമില്ല. ഇവിടെ EDയുടെ അന്വേഷണം കൃത്യമായി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അവരുടെ ഒരു ജൂറിസ്ഡിക്ഷൻ അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ജൂറിസ്ഡിക്ഷൻ. ആ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അധികാരപരിധി എന്ന് പറയുന്നത് വിപുലമായിട്ടുള്ള അധികാരപരിധിയാണ്. പ്രധാനമായിട്ടുള്ള അധികാരപരിധി എന്ന് പറയുന്നത് തത്തുല്യമായിട്ടുള്ള, നമ്മുടെ അപഹരിക്കപ്പെട്ട് കൊള്ളയടിക്കപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള ആ ദ്രവ്യത്തിൻ്റെ തത്തുല്യമായിട്ടുള്ള വസ്തുവകകൾ ആ പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടാനുള്ള, അത് സീസ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പവറുകൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പവറുകൾ എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, സീസ് ചെയ്യാനും അതുപോലെ തന്നെ വസ്തുവകകൾ കണ്ടുകെട്ടാനുമുള്ള അധികാരം, അതുപോലെ തന്നെ റെയ്ഡ് ചെയ്യാനുള്ള അധികാരം, അതുപോലെ പവർ ഓഫ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, അതുപോലെ തന്നെ റിവേഴ്സ് ബേർഡൻ ഓഫ് പവർ എന്ന രീതിയിലേക്കുള്ള അധികാരം. പ്രതികൾ യഥാർത്ഥ വസ്തുവകകൾ അതിനെ കണ്ടുകെട്ടിയാൽ അത് തങ്ങളുടേതാണെന്ന് പ്രതികൾ തെളിയിക്കേണ്ടി വരും. അങ്ങനെ വിപുലമായിട്ടുള്ള രീതിയിലേക്കുള്ള അധികാരമുള്ള ഒരു അന്വേഷണ സംഘം ഈ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയകൾ, പുരാവസ്തുക്കളെ അത് കവർന്നെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതിന് വിറ്റഴിക്കുന്ന ഈ മാഫിയ സംഘത്തെ പിടിച്ചുകെട്ടാൻ ഇത്തരത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ സ്വാധീനവും അവരുടെ കടന്നുവരവിലൂടെ മാത്രമേ നമുക്കതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയൂ, അതിലേക്ക് പോകാൻ വേണ്ടി കഴിയൂ. SIT എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ സംസ്ഥാനത്തിനുള്ളിൽ മാത്രം അധികാരം വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംഘമാണ്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടന്നുവരവിനെ സ്വാഗതം ചെയ്യുകയാണ് BJP. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് ഈ അന്വേഷണം നടന്നത്? ഈ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, വാസു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ അന്വേഷണം അടുത്തത് ഈ പറയുന്ന വകുപ്പിനെ, ദേവസ്വം വകുപ്പിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന 5 കൊല്ലം 2016 മുതൽ 2021 വരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലവിലെ കഴക്കൂട്ടം MLA ഈ അന്വേഷണം എത്തി. നമുക്കറിയാലോ കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത്. എന്താ കടകംപള്ളിയുടെ രീതി? തൻ്റെ വകുപ്പിൻ്റെ കീഴിലെ എല്ലാ കാര്യങ്ങളും താൻ അറിഞ്ഞുകൊണ്ടും അതിൽ നിന്ന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട് മാത്രമേ കടകംപള്ളി, നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാവുന്ന രീതിയാണല്ലോ കടകംപള്ളിയുടെ രീതി. അപ്പോൾ ആ കടകംപള്ളിയിലേക്ക്, കടകംപള്ളിയുടെയും കടകംപള്ളിക്കാരാണോ അനുഗ്രഹാശംസകൾ നൽകുന്നത് അവരുടെയും എല്ലാ രീതിയിലുമുള്ള താല്പര്യങ്ങളുടെ വിധേയപ്പെട്ടാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്. അപ്പോൾ കടകംപള്ളി അറസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലേക്ക് ഈ അന്വേഷണത്തെ മന്ദീഭവിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നിലവിലെ മന്ത്രി വാസവനിലേക്ക് ഈ അന്വേഷണം എത്തും. ഇതിൻ്റെ ഇടയിലെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന വേറൊരാളുണ്ട്, രാധാകൃഷ്ണൻ. വാസവനും കടകംപള്ളിക്കും ഇടയിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ ആ കരുവന്നൂര് ബാങ്ക് തട്ടിപ്പിലൊക്കെ നമ്മൾ പരാമർശിച്ചു പോയ പേര് പോലെ മാന്യനായി നടിക്കുകയും മിടുക്കനായി നടിക്കുകയും സാധാരണക്കാരൻ്റെ പരിവേഷം കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഇങ്ങനെ തായം കളിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അദ്ദേഹം കൂടി രക്ഷപ്പെട്ടു പോവുകയാണ്. നമ്മൾ കടകംപള്ളിയുടെ പുറകെ പോകുമ്പോൾ ഈ നമ്മുടെ രാധാകൃഷ്ണൻ മുൻ മന്ത്രി നിലവിലെ MP പുറകെ കൂടി ഈ അന്വേഷണങ്ങൾ വ്യാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വൻ തോക്കുകൾ
ഇതിൽ ഭഗവാന്റെ അയ്യപ്പന്റെ ശ്രീകോവിലിൽ നിന്ന് ഈ സ്വർണം അപഹരിച്ചു കൊണ്ടുപോയി ആ പവിത്രതയെ, ആ ആത്മീയതയെ, ആ വിശ്വാസത്തെ ഇരട്ടിയിൽ അധികം വരുന്ന വിലക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണം ആണ് അപഹരിക്കപ്പെട്ടത്. ശരി, സ്വർണത്തിന് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് ഇന്ന് മാർക്കറ്റിൽ വിലയുണ്ട്. പക്ഷേ ഭഗവാന്റെ ശ്രീകോവിലിൽ അണിഞ്ഞിരിക്കുന്ന, ചാർത്തിയിരിക്കുന്ന, പതിച്ചിരിക്കുന്ന ആ സ്വർണത്തിന്റെ വില അത് കച്ചവടത്തിന്റെ വിലയല്ല. ആ വില എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ വിലയാണ്. ആ വില എന്ന് പറയുന്നത് പുരാവസ്തുവിന്റെ വിലയാണ്. ആ വില എന്ന് പറയുന്നത് മതവിശ്വാസത്തിന്റെ വിലയാണ്. ആ വില ഉള്ള സ്വർണം വിറ്റ് ഇത് കീശയിലാക്കിയ എല്ലാവരെയും ഇടി പൂട്ടും. ഇടി പൂട്ടാൻ വേണ്ടിയാണ് വരുന്നത്. അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നിന്ന് കയ്യിൽ നൂല് കെട്ടി ഫോട്ടോ എടുത്ത് ദൃശ്യങ്ങൾ പങ്കുവെച്ച കോൺഗ്രസ് നേതാക്കന്മാരും അതിൽ പെട്ടുപോകാതിരിക്കാൻ അവര് സൂക്ഷിച്ചുകൊള്ളുക. ഫോട്ടോ എടുത്തിരിക്കുന്നത് ദൃശ്യങ്ങളുള്ളത് കോൺഗ്രസ്സുകാരാണ്. ഞാൻ വരാം സജീവൻ സാർ. ഇവിടെ ഈ ദേവസ്വം ബോർഡിന്റെ, അതായത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്കണ്ഠകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണ് ഈ പത്മകുമാർ മാത്രം, അല്ലെങ്കിൽ ഈ ഡോക്ടർ വാസുവും പത്മകുമാറും മാത്രം ഈ കേസിൽ പ്രതികളായി മാറുന്നത്? ബോർഡിന് ഒരു കൂട്ടുത്തരവാദിത്തമില്ലേ? ഉദാഹരണത്തിന് ഈ ഒരു മാനുവലിന്റെ, തിരുവിതാംകൂർ മാനുവലിന്റെ, ദേവസ്വം മാനുവലിന്റെ നഗ്നമായ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് കോടതി പറയുന്നുണ്ട്. കാരണം അളവ് തൂക്കം പാലിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഈ ഒരു സ്മിത്തിനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ പരിശോധിക്കുക എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഴുവൻ കൊള്ളയുടെ കാര്യത്തിലും ഒരാളോ രണ്ടാളിലോ ഒതുങ്ങുന്നല്ല, കൂട്ടുത്തരവാദിത്തം. അതാണ് ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെ അറസ്റ്റ്, അല്ലെങ്കിൽ അവരെ പ്രതിയാക്കുന്നത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നൊരു ഉത്കണ്ഠ കോടതി രേഖപ്പെടുന്നത്. പക്ഷേ കോടതി തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും അതിലെ ഉദ്യോഗസ്ഥരെ പറ്റി ഏറ്റവും വിശ്വസ്തരായിട്ടുള്ളവരും അതോടൊപ്പം തന്നെ ഏറ്റവും ഇൻറ്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെയുമാണ് ഞങ്ങൾ ഈ സംഘത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നത്. മാത്രമല്ല സർക്കാരിന് ഒരു തരത്തിലും അവർ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുഴുവൻ വിവരങ്ങളും രേഖകളും കോടതിയിൽ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് മുതൽ CPM അല്ലെങ്കിൽ സർക്കാർ ഒരു ഡിഫൻസിൽ എടുത്തിരിക്കുന്ന കാര്യമാണ്, ഇത് കോടതി നോക്കുന്ന കാര്യമാണ്, ഞങ്ങൾക്കിതിൽ മറ്റ് ഇടപാടുകളൊന്നുമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഈ അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടിയും പത്മകുമാറിലും വാസുവിലും ഒക്കെ ഈ അന്വേഷണത്തെ ഒതുക്കി നിർത്താനും വേണ്ടി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന ആരോപണം നിലനിൽക്കുന്നതാണോ? സംശയത്തിൻ്റെ നിഴലിൽ ഈ കാര്യങ്ങൾ നിൽക്കുന്നു എന്നതാണോ SITയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? ഗോപീകൃഷ്ണൻ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കോടതി ഈ SITയിൽ പൂർണ്ണ വിശ്വാസം പല ഘട്ടങ്ങളിലായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്ന് കോടതി വളരെ കൃത്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലപാട് മാറ്റുക, ഇത്തരത്തിൽ പറഞ്ഞത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഗോപൻ പറഞ്ഞു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, അന്വേഷണം തെറ്റായ രൂപത്തിലേക്കാണ് പോയതെങ്കിൽ SITയെ നിയോഗിച്ച കോടതിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. അത് ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപൻ ഓരോ ദിവസവും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൊണ്ട് അതുവരെ നടന്നുള്ള അന്വേഷണം, തലേ ദിവസം നടന്ന അന്വേഷണത്തെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ട് അടുത്ത നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതല്ല. നമ്മളിതിനു മുമ്പുള്ള ഒരു ഒറ്റ കേസ് മാത്രമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തിയാൽ അഭയ കേസ് നമുക്കറിയാം. കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന, കോടതി നിരീക്ഷണത്തിൽ നടന്ന അന്വേഷണമാണ്. അതിലാദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അവർ പറഞ്ഞ് കോടതി തള്ളി. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, കോടതി തള്ളി. അന്നൊക്കെ CBI അന്വേഷണത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടൊരു പോലും നടന്നില്ല. അത് കഴിഞ്ഞ് CBI അന്വേഷണം വെച്ചു. CBI തന്നെ 1ഉം 2ഉം തവണ ആദ്യം ഇത് കൊലപാതകമാണ്, പക്ഷെ ആളെ തിരിച്ചറിയില്ല, അങ്ങനെ പലതും ന്യായീകരണങ്ങൾ. കോടതി പക്ഷെ വിട്ടില്ല. കോടതിയുടെ മേൽനോട്ടം എന്ന് പറയുന്ന അഭയ കേസിൽ ഓരോ തവണയും കോടതിയുടെ മുമ്പാകെ എത്തുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിലെ പാളിച്ചകൾ കണ്ട് അതങ്ങനെയല്ല എന്ന് നിർദ്ദേശിക്കലാണ്. ഇവിടെ കോടതി ഇന്ന് ചെയ്തിട്ടുള്ളതും സെയിം കാര്യമാണ്. കാരണം ഇതുവരെ തങ്ങൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ അതേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ ഭാഗത്തുണ്ട ആ ഉദാസീനത കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇതിപ്പറയുന്ന കുറച്ച് പരൽമീനുകൾ അല്ല, ഇതില് വൻ മത്സ്യങ്ങളുണ്ട്. അല്ല സജീവൻ സാർ, ആ ഉദാസീനത സർക്കാരിന്റെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്നതാണ് എന്നാണോ താങ്കൾ പറയുന്നത്? സംശയിക്കേണ്ടത്
അല്ല, അത് രണ്ട് രീതിയിൽ പറയാം. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വയം ഉദാസീനമായിട്ട് നിൽക്കാം. അങ്ങനെയല്ല, കാരണം അഭയ കേസിൽ നടന്നുള്ള കാര്യം നമുക്കറിയാവുന്നത്. അതിൽ പല ആളുകൾക്ക് പുറമേയുള്ള പല രാഷ്ട്രീയ സജീവൻ സാർ, ഇതിനകത്ത് ഉദാസീനമായി നിൽക്കാൻ കഴിയില്ല. കാരണം കോടതി ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ചിട്ടുണ്ട്. ആകെ 1 മാസത്തെ അധിക സമയമാണ് ഈ കാര്യത്തിൽ അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതെ, കോടതി പറയുന്ന സമയത്തിനിടയിൽ വന്നില്ലെങ്കിൽ അടുത്ത അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലേക്ക് പോകും, ഈ ഏജൻസിയിൽ നിന്ന് മാറും. അതാണ് കോടതിയുടെ നിരീക്ഷണം. ഇവിടെ കോടതി സംശയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരെയല്ല. കാരണം ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന മറ്റെന്തോ ഘടകങ്ങളുണ്ട് എന്ന് കോടതിക്ക് അറിയാം. അത് ബോധ്യപ്പെടും. കാരണം അന്വേഷണം കൃത്യമായിട്ട് പോയിട്ട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അങ്ങനെ തടയണ പോലെ അങ്ങ് നിൽക്കുകയാണ്. അത് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങൾ കോടതി തന്നെ പറഞ്ഞ കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിൻ്റെ ചുറ്റും കറങ്ങുന്നതല്ലല്ലോ. അതൊരു കൂട്ടുത്തരവാദിത്വമുള്ള ഒരു വിഭാഗമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഭരണസമിതിക്ക് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളതാണ്. ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അവിടെ എന്തിനാണ് ദേവസ്വം ബോർഡിനെ വെക്കുന്നത്? അവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തെറ്റായ വഴിക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നുണ്ടോ, അവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ നടത്തുന്നുണ്ടോ, ഇത് നോക്കാനാണ്. അത് നോക്കുന്നിടത്ത് പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടേക്കൊക്കെ പോകണം. ഇവിടെ മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം അതുപോലും ഒരു പക്ഷേ കോടതിയുടെ ശ്രദ്ധയിലേക്ക് വരുമായിരിക്കും. കാരണം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇത് എനിക്ക് കിട്ടിയ ചെമ്പാണ്, സ്വർണം പൂച്ചയതല്ല എന്ന് പറയുമ്പോൾ വേറൊരു സാധ്യത കൂടി ഒരു പക്ഷേ കോടതിയുടെ മുമ്പാകെ സംശയമായിട്ട് വരാം. ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൂടി വരേണ്ടതാണ്, SITയുടെ മുമ്പാകെ വരേണ്ടതാണ്. ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത ചെമ്പാണ് എങ്കിൽ ഇത് നേരത്തെ തന്നെ മറ്റെവിടേക്കെങ്കിലും മാറ്റിയോ? ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ലല്ലോ സജീവൻ സാർ, ഈ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ കട്ടിളപ്പാളി എവിടെ പോയി എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ കണ്ടതൊക്കെ സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണം പൊതിഞ്ഞ യഥാർത്ഥത്തിൽ ഉള്ള കട്ടിളപ്പാളി എവിടെ പോയി, കട്ടിളകൾ എവിടെ പോയി എന്ന് ആർക്കും ഇതുവരെ അറിയില്ല. മാത്രമല്ല സജീവൻ സാർ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ പലതും പറയേണ്ടി വരും എന്ന് പത്മകുമാർ മുൻപ് പറഞ്ഞൊരു വാചകം താങ്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് പത്മകുമാറിന്റെ നാവിൻ തുമ്പത്ത് മറ്റു ചില പേരുകൾ കൂടി ഉണ്ട് എന്ന ആശങ്കയായിരിക്കുമോ പാർട്ടിക്കകത്ത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ സംരക്ഷിച്ചു നിർത്തുന്നതിന് പിന്നിലെ താല്പര്യം? അത്തരം സംശയം ഞാൻ ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്തരം സംശയങ്ങളിലേക്കൊക്കെ പോകാവുന്ന കാര്യം തന്നെയാണ്. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും വലിയ പരാജയം, അതിപ്പോൾ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ, ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യം, തോൽവിയുടെ പ്രധാന കാരണം ഈ ശബരിമല പ്രശ്നമാണ്. പത്മകുമാറിനെ അനാവശ്യമായിട്ട് സംരക്ഷിച്ചതാണ്. ഇതെല്ലാവർക്കും അറിയാം. കാരണം അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞു, ആദ്യം അവർ സസ്പെൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവർ ഡിസ്മിസ് ചെയ്തു, എന്നിട്ട് തിരിച്ച് ജനം ചോദിക്കില്ലേ, നിങ്ങളുടെ കുറേ 2 പേര് ഇവിടെ ജയിലിൽ കിടക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട്, എന്തുകൊണ്ട് ഒരു അക്ഷരവും പറയുന്നില്ല? എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഒരു CPM പ്രതിനിധി പറഞ്ഞത്, ഞങ്ങൾ ഇവരെ പത്മകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല, ഉടനെ പുറത്താക്കുമെന്ന് നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. അത് നേരത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരുന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോഴും നടപടിയിലേക്ക് പോകുന്നില്ല. കോടതിക്ക് ഇപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഈ 2 പേരും പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരാണ് എന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും, കാരണം അവസാന ഘട്ടത്തിലേ പറയുള്ളൂ. പക്ഷേ എന്നിട്ടും ഇപ്പോഴും അവർക്ക് നടപടിയിലേക്ക് പാർട്ടി പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ എന്ന് ഈ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് പത്മകുമാറിന് പേടി എന്ന ചോദ്യം പൊതുവെ ജനങ്ങളുടെ മനസ്സിലേക്ക് തന്നെ വരുന്നുണ്ട്. പത്മകുമാർ പറഞ്ഞ സൂചന കൂടി വെച്ചാൽ അതിൽ പലതും സംശയിക്കേണ്ടി വരും. ഇപ്പം കൃത്യമായിട്ട് ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ട് പോലും പത്മകുമാറിനെയും വാസുവിനെയും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സംശയിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോടതിയുടെ മേൽനോട്ടം എന്ന് പറയുന്നത് ഗോപൻ വിചാരിക്കുന്ന പോലെ കോടതി ഉത്തരവാദിത്തത്തിലേക്കല്ല, കോടതി അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ വളരെ കടുത്ത രൂപത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. EDക്ക് അന്വേഷണം, അവിടെ SIT പറഞ്ഞത് പാരലൽ അന്വേഷണം നടത്തുന്നതാണ്. അതല്ലല്ലോ അവിടെ കോടതി പറഞ്ഞ പാരലൽ അന്വേഷണമല്ല, അവിടെ അന്വേഷിക്കുന്നത് സാമ്പത്തിക കുറ്റമാണ്. ആ സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ EDക്ക് എല്ലാ രേഖകളും കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ
ഇത് ഇവിടെ നിൽക്കില്ല. കാരണം ED അന്വേഷിക്കുമ്പോൾ കുറേ കൂടി മുന്നിലേക്ക് പോകാനുള്ള സാധ്യത വളരെ ശരി. കൂടുതലാണ്. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോൾ നേരത്തെ സജീവൻ സാർ പറഞ്ഞതുപോലെ സാമാന്യമായ ജനത സംശയിക്കും. കാരണം ഈ പാരഡി ഗാനത്തിലൊക്കെ കേസെടുക്കാൻ നിൽക്കുന്ന സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിൽ കഴിയുന്ന ഈ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാതെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്തുകൊണ്ടാണ്? കടകംപള്ളി സുരേന്ദ്രൻ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യണം. ഇനി പത്മകുമാറിന്റെ നാവിൻ തുമ്പിൽ മറ്റേതെങ്കിലും പേരുകളുണ്ടെങ്കിൽ അത് പുറത്തു വരാതിരിക്കുന്ന സംരക്ഷണ കവചമാണോ? പിന്നെ ഈ വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് ഡിസംബർ 5-ന് ശേഷം ഒരു മെല്ലപ്പോക്ക്? പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന് ഈ തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെടുത്താതെ മാറ്റി നിർത്തി. ഇങ്ങനെ തുടങ്ങി ധാരാളം സംശയങ്ങൾ ഈ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രേഖകൾ കൈമാറുന്ന കാര്യത്തിലും അതിപ്പോൾ വേണ്ട എന്ന അഭിപ്രായമായിരുന്നല്ലോ സർക്കാരിന്. അത് കോടതി വകവെച്ചിട്ടില്ല. രേഖകളൊക്കെ കൈമാറി EDയും അന്വേഷിക്കാൻ പോകുന്നു. ശ്രീ KR ഗോപികൃഷ്ണൻ, ഈ ചർച്ച തുടങ്ങിയിട്ട് 38 മിനിറ്റായി. അങ്ങ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അതിന് മാത്രം 2 മിനിറ്റ് കൊണ്ട് ഉത്തരം പറഞ്ഞു. 36 മിനിറ്റ് അങ്ങ് പുത്തരിക്കണ്ടം മൈതാനത്ത് മൈക്ക് വെച്ച് കൊടുത്ത് BJP പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി, അത് പോരാഞ്ഞ് അതിന് തുല്യമായ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പിന്നെ വലതുപക്ഷത്തില്ലാത്തത് കൊണ്ട് നിഷ്പക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞ് സജീവൻ സാറ് ഇങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ഇത് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ എത്തിയിരുന്നെങ്കിൽ നിങ്ങൾ 2-3 മാസമായിട്ട് നടത്തിയ ചർച്ചയെല്ലാം കൂടെ പന്തളം മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, ചിറ്റാർ ജില്ലാ പഞ്ചായത്തിലുള്ളവർക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, ചെറുകോലും മറ്റുള്ള സ്ഥലത്തും ബോധ്യപ്പെട്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ ആ പ്രദേശത്ത് ഇടതുപക്ഷത്തെ പൊടി പോലും കാണുമോ കണ്ടുപിടിക്കാൻ? അപ്പോൾ നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. നിങ്ങൾ പച്ച കള്ളമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനലിൽ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളവും ഇവർ പറയുന്ന ഇത്രയും അവസരങ്ങളെല്ലാം ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് എന്താ പറയാൻ പറ്റിയത്? ഇപ്പോൾ ഇതിനകത്ത് അവർക്ക് ഇടയ്ക്ക് ഇടർച്ചയുണ്ടായപ്പോൾ അങ്ങ് പോയിന്റ് നൽകി ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയം. ഇവിടെ അല്ല, ഈ സോളാർ കേസിൽ ഈ വലിയ സോളാർ കേസ് ചർച്ച ചെയ്ത സമയത്ത് ഡോക്ടർ പി കെ ഗോപൻ, സോളാർ കേസ് ചർച്ച ചെയ്ത സമയത്ത് ഈ വലിയ കാര്യങ്ങളൊന്നും അന്നത്തെ ഇടതുപക്ഷ പ്രതിനിധികൾ കണ്ടില്ല. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സോളാർ കേസും എക്സ്പ്രസ് ഹൈവേ ഒക്കെ ചർച്ച ചെയ്ത സമയത്തെ നമ്മൾ ഇതൊന്നും കണ്ടിരുന്നില്ല. ഈ 3 പേർ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ഞങ്ങൾ ഒരാൾ മാത്രം സംസാരിക്കുന്നു എന്ന പ്രശ്നമൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, ഞങ്ങൾ മറ്റു 3 പേർ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം പറയും. അവർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്, അവരുടെ അഭിപ്രായം പറയും. സജീവൻ സാറ് മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതൊക്കെ ഈ താങ്കൾക്കെതിരായി പോയത് എന്റെ കുറ്റമല്ലോ. വേറെ ഒരുപാട് പേരുണ്ട് സാർ ഇവിടെ. അല്ല, അവരൊക്കെ പറഞ്ഞത് താങ്കൾക്കെതിരായി പോയത് എന്റെ കുറ്റമല്ലോ. മാത്രമല്ല സാർ, കേരളത്തിൽ അല്ല നിഷ്പക്ഷരെന്നും നിങ്ങൾ ഞാൻ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ പി കെ ഗോപൻ, ഞാൻ സംസാരിക്കാൻ സാർ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഡോക്ടർ പി കെ ഗോപൻ, താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയണ്ടേ? പറയുന്നത് വലതുപക്ഷം മാത്രമല്ല സാർ കേരളത്തിൽ. അല്ല, അതിന് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ മിണ്ടാതിരുന്നേ. എനിക്ക് പറയാനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എനിക്ക് അവരെ വിമർശിക്കാനും അവർക്ക് എന്നെ വിമർശിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നിങ്ങൾ ഈ നിഷ്പക്ഷരെന്ന് പറഞ്ഞ വലതുപക്ഷ നിഷ്പക്ഷർ മാത്രമല്ല സാർ കേരളത്തിൽ. നിങ്ങൾക്കൊരു ഇടതുപക്ഷ നിഷ്പക്ഷനെ കൂടെ വിളിക്കാമല്ലോ. നിഷ്പക്ഷരൊന്നുമില്ല കേരളത്തിൽ. ഇത് വലതുപക്ഷമാണ്. വലതുപക്ഷത്തിൻ്റെ ആശയം പറയാൻ 2 പേരെ കൊണ്ട് നിങ്ങൾ ദുർബലപ്പെടുകയാണ്. 2 പേരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മതിയാവുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരാളെ കൂടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞങ്ങൾ കുറച്ച് നാളായിട്ട് കാണുകയാണ്. ഞങ്ങൾക്ക് പറയാൻ അവസരം തന്നാൽ മതി. ഏത് ചോദ്യത്തിനും ഞങ്ങൾ ഉത്തരം പറയാം. ഇവിടെ ശ്രീ സന്ദീപ് പറഞ്ഞത് അദ്ദേഹം ശബരിമലയെ ബന്ധപ്പെട്ട് ജയിലിൽ പോയി. അദ്ദേഹം പോയത് ഭക്തരെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ശബരിമലയിൽ ഇരുപിടിക്കെട്ടുമായിട്ട് വന്നവരെ അദ്ദേഹം അന്ന് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അക്രാമകമായി. അതുകൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് ഭക്തി എന്താണെന്ന് വിശദീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഭക്തി അക്രാമകമായി കണ്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ജയിലിൽ പോയത്. മറ്റൊരു ജയിലവസരം അദ്ദേഹത്തിന് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ ജയിലിൽ പോകാം. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം, ഈ പോറ്റിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ ചർച്ച നടക്കുക. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങ് നല്ലൊരു മാധ്യമപ്രവർത്തകനാണല്ലോ. അങ്ങക്കറിയാമല്ലോ, കെർവിൻ കാർട്ടറുടെ ചിത്രം ലോകത്തെ ഏറ്റവും വലിയ മെസ്സേജ് നൽകിയതാണ്. ഒരു ലോകമഹായുദ്ധം നടക്കുമ്പോൾ മരണവും ഒരു കുഞ്ഞും തമ്മിലുള്ള അകലം, അതാണ് കഴുകനും കുഞ്ഞും തമ്മിലുള്ള അകലം. ആ ചിത്രം എത്ര വലിയ മെസ്സേജാണോ രാജ്യത്ത് കൊടുത്തത്, അതിനേക്കാൾ അതുപോലുള്ളൊരു മെസ്സേജാണ് ശ്രീമതി സോണിയാഗാന്ധി. ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യ രാജ്യത്തെ 1ാമത്തെ ആളാണ്. ആ 1ാമത്തെ ആളിൻ്റെ കരം ഗ്രഹിച്ച് ഒരു ചരട് കെട്ടിക്കൊടുക്കാൻ ഒരാൾക്ക് അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് കഴിയൂ.
ആ ആളിൻ്റെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചത് ആദ്യം കോൺഗ്രസിലും പിന്നെ BJPയിലും പോയ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പന്തളത്തെ സമരത്തിന് സൂത്രധാരണം നടത്തിയിട്ടുള്ള ആൾ. രണ്ടുപേർക്കും ബാധ്യതയുണ്ട് അദ്ദേഹത്തോടു കൂടി. അതുപോലെ അവരെ കൊണ്ടുപോയത് ശിവകുമാറും അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടിയാണ്. അടൂർ പ്രകാശാണ് കാർമ്മികത്വം വഹിച്ചത്. ഇവർ കൊണ്ടുപോയി കയറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇന്ന് ഇടതുപക്ഷത്തെ ചാരിക്കൊണ്ട് നിങ്ങൾ ആക്രമിക്കാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെവി നുള്ളിക്കൊണ്ട് ഓർക്കുന്ന നല്ലതാ. അടുത്തത് കടകംപള്ളിയുടെ പ്രശ്നമാണ്. കടകംപള്ളിയുടെ പ്രശ്നത്തിൽ ഇവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് കടകംപള്ളിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. അദ്ദേഹമായിരുന്നു അന്ന് മന്ത്രി. കടകംപള്ളി ഡിഫമേഷന് കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തു. തെളിവ് കൊടുക്കുന്നില്ല പ്രതിപക്ഷ നേതാവ്. എന്താ തെളിവ് കൊടുക്കാത്ത? വെറും ആക്ഷേപം. ഇപ്പോൾ BJPയുടെ പ്രതി ആരെ ആക്ഷേപിച്ച്? കേരളത്തിലെ ഏറ്റവും ശുദ്ധരായ രാഷ്ട്രീയക്കാരിൽ ഒരാളെന്ന് അനവധി തവണ തെളിയിക്കപ്പെട്ട വളരെ ദുർബലമായ ഒരു കുടുംബത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന രാധാകൃഷ്ണനെ വരെ അദ്ദേഹം പ്രതിയാക്കിയിരിക്കുക സാമ്പത്തിക ആരോപണത്തിൽ. ഈ ശബരിമലയിലെ സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടുപോയി രാധാകൃഷ്ണൻ ഡൽഹി പോയിട്ട് അവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു, അവിടെ വലിയ വസ്തു സമ്പാദിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നതോടുകൂടി ഇത് പൊളിഞ്ഞു പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലും ഈ പറയുന്നതിനകത്ത് കഥകളില്ലെന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ഈ എലക്ഷൻ വരെയുള്ള അന്വേഷണം ഗംഭീരമായിരുന്നു. ഈ ചർച്ചയിലെല്ലാം ശ്രീ ഗോപികൃഷ്ണൻ കേട്ട ഓർമ്മയുണ്ടാവുമല്ലോ. അന്നും എല്ലാ ചർച്ചയിലും ഇവരെല്ലാം വന്നിരുന്നു പറഞ്ഞത് ഈ SIT എന്നത് ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരുദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ പറയും അത് സർക്കാരിൻ്റെ മിടുക്കല്ല, അത് ഹൈക്കോടതി നിശ്ചയിച്ച SIT നിങ്ങളെ തൊടിയിക്കുന്നില്ല, നിങ്ങൾ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് തരുന്നില്ല. അതിൻ്റെ പേരിൽ അവർ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, വാസുവിനെ അറസ്റ്റ് ചെയ്തു. നേരെ മറിച്ച് ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനത്തിലാണ് SIT. ഈ ഇരട്ടത്താപ്പ് ആരംഗീകരിക്കുമെന്നായി പറയുന്നത്. ഗവൺമെൻറ്റിന് അതിനകത്തൊരു റോളും ഇല്ലെന്നും ഗവൺമെൻറ് ശബരിമലയിലെ സ്വർണം കണ്ടെത്താൻ ബഹുമാന്യ ഹൈക്കോടതിയേക്കാൾ മുമ്പിൽ ആവേശത്തോട് നിൽക്കുകയാണെന്നും, കാരണം അതിൻ്റെ ഏറ്റവും അവസാന അറ്റത്തെത്തുമ്പോൾ പ്രതിയാകാൻ പോകുന്ന ആരാന്ന് ഞങ്ങൾക്കെല്ലാം നല്ല നിശ്ചയമുണ്ട്. ഞാനിത് മാത്രമല്ല ശ്രീ ഗോപികൃഷ്ണൻ അന്ന് പോലെ പറയുന്നത്. ശ്രീ വിജയ് മല്യ സ്വർണം ആ ചർച്ചകൾ വരികയാണല്ലോ. സ്വർണം പൂശിയ സമയം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഈ വിജയ് മല്യ പോലും റെഡി പുള്ളിയല്ല. നിങ്ങളെല്ലാം വിജയ് മല്യക്ക് ശബരിമല സ്വർണം കൊടുത്തപ്പോൾ അദ്ദേഹം ആരാധ്യനായി. ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ പറ്റിച്ച് വിദേശത്ത് പോയി വലിയ സുഖവാസ കേന്ദ്രത്തിൽ കഴിയുന്ന ഒരാളാണ് വിജയ് മല്യ. അതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് എത്തിയില്ല നമ്മൾ, അത് എത്തുമ്പോൾ ചർച്ച ചെയ്യാം. പക്ഷെ അതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയെടുത്തുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കാര്യവാഹകരാക്കി കൊണ്ടുപോയത് BJPയുടെയും കോൺഗ്രസിൻ്റെയും പ്രതിയായ പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. പിന്നീട് അതിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാ? അവർ ഏത് പാർട്ടിയിൽപ്പെട്ടവരാ? CPM ബന്ധപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ അതിനകത്ത്? അപ്പോൾ അവരെല്ലാം അറസ്റ്റിലായി. ഇന്ന് 2 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ചർച്ചകൾ കൊണ്ടുവന്നില്ല. ഇന്ന് SIT അറസ്റ്റ് ചെയ്തത്, വേറെ ആരും അല്ല അറസ്റ്റ് ചെയ്തേ, അവരെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ആരാണോ ഇതിൽ കുറ്റവാളി അവരെ SIT നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, അതിവിടെ സജീവൻ സാറ് അതിനകത്ത് വേറൊരു വേഷം കൊണ്ടുവരാനാണ് പരിശ്രമിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള SITക്ക് പാളിച്ച പറ്റിയാൽ ഹൈക്കോടതി തിരുത്തും. അതാണ് അതിൻ്റെ ശരിയായ കാര്യം. അത് ഗവൺമെൻറ് അതിനകത്ത് മാറ്റിയ ആളുകളെ കൊടുക്കണം എങ്കിൽ അങ്ങനെ ചെയ്യും. പിന്നെ ED കൊണ്ടുവന്ന് സൂചിക്കുമ്പോൾ ED രാഹുൽ ഗാന്ധിക്കെതിരായി വന്ന കുഴപ്പം, സോണിയാഗാന്ധിക്കെതിരായി വന്ന കുഴപ്പം, ഞങ്ങളും അതിന് സപ്പോർട്ടായിരുന്നു. ഞങ്ങളും പറഞ്ഞു രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ നിങ്ങൾ അകാരണമായിട്ട് കേസിൽപ്പെടുത്താൻ പരിശ്രമിക്കുകയാണെന്ന് പറഞ്ഞവരാ ഞങ്ങൾ. പക്ഷെ ED കേരളത്തിൽ വന്ന ഗംഭീരം. ED പരിഹാസ്യ കഥാപാത്ര, കുട്ടികളുടെ പരിഹാസ്യ. 11 വയസ്സുള്ള പിണറായി വിജയന്റെ മകന് പഠിക്കുവാൻ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ED നോട്ടീസ് അയച്ച് ED കേരളത്തിലെ പരിഹാസ്യമായില്ലേ? ഡോക്ടർ തോമസ് ഐസക്കിന് ED നോട്ടീസ് അയച്ച് ഹൈക്കോടതി ചോദിച്ച് എന്തിനാ വിളിച്ചതെന്ന് പറയാൻ പറഞ്ഞ് ഒരു മറുപടിയില്ല, എടുത്ത് ദൂരെ കളഞ്ഞ്. അത് കഴിഞ്ഞ് പിണറായി വിജയനെതിരായിട്ട് ഏത് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുവാദത്തോടു കൂടി കിഫ്ബിയിൽ ഭൂമി അക്വിസിഷൻ നടത്തിയത്. ഭൂമി സർക്കാർ ലേലം ചെയ്തെടുത്തതല്ല. അല്ലെങ്കിൽ അദാനിക്ക് BJP കൊടുക്കുന്ന 1 രൂപയ്ക്ക് 15,000 ഏക്കർ 99 വർഷത്തേക്ക് കൊടുത്തതല്ല. നേരെ മറിച്ച് അക്വിസിഷൻ നടത്തി. ആ അക്വിസിഷൻ നടത്തിയ ഭൂമിക്ക് കളക്ടറാണ് പണം കൈമാറുന്നത്. വാല്യുവേഷൻ നിശ്ചയിക്കുന്ന കളക്ടറാ. കേരളത്തിലെ 10-200 പദ്ധതികൾക്ക് വേണ്ടി എടുത്ത ഭൂമിയാ. അതിൻ്റെ പേരിൽ ED നോട്ടീസ് കൊടുത്ത് പരിഹാസ്യമായി ഇപ്പം 3 മാസത്തേക്ക് സ്റ്റേ കിട്ടിയിരിക്കുകയാണ്. ഇനി അത് എടുക്കാൻ പോകുന്ന എപ്പോഴാ? അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് ED ആയിട്ട് വരും. കേരളത്തിൽ ഇപ്പോൾ പരിഹാസ്യമായല്ലോ. ED വന്നു വന്നാൽ തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പ് വന്നാൽ ED വരും. ഇത് കേരളത്തിൽ പരിഹാസ്യമായി മുദ്രാക്കുക. എന്നിട്ട് EDയുടെ പേരിൽ അങ്ങ് സ്വയം ഊറ്റം കൊള്ളുകയാണ്. ED വന്ന് ഇതിനകത്തെ എല്ലാം എടുത്ത് പരിശോധിക്കും. ഞങ്ങൾ ഹൈക്കോടതിയിൽ അന്ന് പറഞ്ഞു ഏത് ഏജൻസി ആയാലും മതി, EDയോ CBIയോ പിന്നെ ഏതെങ്കിലും ഏജൻസി ആയിക്കോളെന്ന് പറഞ്ഞവരാ ഞങ്ങൾ. അപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ ഹൈക്കോടതിയാണ് SIT നിശ്ചയിച്ചത്. ആ SIT ശരിയായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ
നേരത്തെ സമ്മതിച്ചില്ലെങ്കിൽ ഇപ്പം സമ്മതിച്ചു. എന്താ നേരത്തെ സമ്മതിച്ചില്ല? ഇലക്ഷന് മുമ്പ് വരെ നിങ്ങൾ ഈ SIT സമ്മതിച്ചില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പം നടത്തിയ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇലക്ഷന് മുമ്പ് വരെ അവർ നന്നായിട്ട് ചെയ്തു, ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും മാറിയെന്ന്. അപ്പോൾ ഇരട്ടത്താപ്പ് പറയുന്ന ആരാ? അപ്പോൾ ഇലക്ഷന് ശേഷം SIT എങ്ങനെ മോശമാവുന്നത്? നിങ്ങൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കാൻ നോക്കും. യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്ന കൊള്ളയ്ക്ക് ഉത്തരവാദികൾ ആരാണെന്നുള്ളത് നല്ലതുപോലെ അന്വേഷണം നടത്തിയാൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞു പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, വാസു സാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവർ രണ്ടും അറസ്റ്റിലായപ്പോൾ പറഞ്ഞു അവരെ പുറത്താക്കുന്നില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് പുറത്താക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലുള്ള സംശുദ്ധതയും അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ആധികാരികതയോ അല്ല യഥാർത്ഥ കുറ്റക്കാർ. ഒരു മിനിറ്റ് അദ്ദേഹം സംസാരിക്കട്ടെ. ഡോക്ടർ PK ഗോപൻ സംസാരിക്കട്ടെ, അതിനുശേഷം. അല്ല, ഇത് ആരാ സംസാരിക്കുക? എനിക്കുള്ള സമയമാണോ? താങ്കളുള്ള സമയമാണ് ഡോക്ടർ PK ഗോപൻ. ഇവരാരും സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ചോദിച്ചാട്ടെ. താങ്കൾ പൂർത്തിയാക്കിയോ അത്? ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് ഇവർ 3 പേരും SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. വിജിലൻസ് കോടതി പറഞ്ഞല്ലോ ഇത് EDക്ക് പേപ്പർ സമർപ്പിക്കാൻ. യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്ക് നേരെയുള്ള ഒരു ചോദ്യമല്ലേ ഇത്? ഈ കേസിൽ യഥാർത്ഥത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്? ബഹുമാന്യ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ. ഇക്കാര്യത്തിൽ വിജിലൻസിന് ഇങ്ങനൊരു അഭിപ്രായം വന്നപ്പോൾ അത് ആരെയാണ് അതിൻ്റെ പ്രതിയാക്കി വെക്കുന്നത്? സംസ്ഥാന ഗവൺമെൻറ്റിനെയാണോ അതോ SIT ആണോ? ഇത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ അന്തിമ വാക്ക് പറയേണ്ടത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നാളെ EDക്ക് വിട്ടാൽ നമുക്ക് തർക്കമില്ല. പക്ഷെ ED എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ഈ പാരഡിയുമായി ബന്ധപ്പെട്ടിട്ടാ. ശുദ്ധ അസംബന്ധമൊന്നും പറയരുത്. ഞങ്ങൾ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു കാര്യത്തിനും പോകുന്നില്ല, ഞങ്ങൾ പോയതുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആക്ഷേപം സിനിമ വഴി ഉപയോഗിച്ചും മാധ്യമങ്ങൾ വഴി ഉപയോഗിച്ചും മറ്റ് സംവിധാനം ഉപയോഗിച്ചും കേട്ടുള്ളവരാണ് ഞങ്ങൾ. അതിലെല്ലാം ഞങ്ങൾക്ക് വിമർശനമുണ്ട്. കേരള സ്റ്റോറി വന്നപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കാൻ പോയില്ല, BJP ചെയ്യുന്ന പോലെ കത്തിക്കാൻ പോയില്ല. ഞങ്ങളുടെ വിമർശനം പറയുന്നു. ഏതൊരു കൃതി വന്നാലും ഏതൊരു ആക്ഷേപം വന്നാലും അതിൽ ഞങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ വിമർശനം പറയും. ഇതിൻ്റെ വിമർശനത്തിൻ്റെ പ്രശ്നം എന്താ? ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇത് ഒരു പാട്ടൊന്നുമല്ല, ഇതൊരു പറച്ചിൽ മാത്രമാണ്, ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അത് മനോഹരമായ ഒരു ട്യൂണിൻ്റെ പശ്ചാത്തലത്തിൽ അത് വന്നപ്പോൾ അത് കേൾക്കാൻ ഇമ്പം വരും. കാരണം ഭക്തിഗാനങ്ങൾ പൊതുവെ ട്യൂൺ ചെയ്യുന്നത് അങ്ങനെയുള്ള ക്രമീകരണത്തിലാണ് ഭക്തിഗാനങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും അത് വളരെ മനോഹരമായ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തുന്നത്. ഇത് ഒരുപാട് പഴയ ഫോക്കിൻ്റെയൊക്കെ ഒരുപാട് സ്വാധീനമുള്ളൊരു പാട്ടാണ്. അതുകൊണ്ട് ആ പാട്ട് കേൾക്കാൻ അയ്യപ്പോ സ്വാമി എന്നുള്ള മുദ്രാവാക്യമോ അല്ലെങ്കിൽ അതിൻ്റെ പാട്ടുമൊക്കെ കേൾക്കാൻ ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഭക്തിഗാനത്തിൻ്റെ ഒരു ശീല് കേൾക്കാനൊക്കെ സുഖം ഉണ്ടാവും. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് ചെയ്തപ്പോൾ അത് പൊളിറ്റിക്കലി കറക്റ്റല്ല. അവിടെ പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല. പോറ്റിയെ കയറ്റിയെന്ന് അടൂർ പ്രകാശ് പാർലമെന്റിന് മുമ്പിൽ ചെന്നുകൊണ്ട് അലറി വിളിക്കുമ്പോൾ ആ കയറ്റിയ ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. പാർലമെന്റ് പരിസരത്ത് സോണിയാഗാന്ധി അവിടെ MA ബേബിയുടെ മുമ്പിലല്ല ചെന്നത്. ശ്രീ ഗോപികൃഷ്ണൻ MA ബേബിയുടെ മുമ്പിലല്ല ഉണ്ണികൃഷ്ണൻ ചെന്നത് പാർലമെന്റ് പരിസരത്തുള്ള സോണിയാഗാന്ധി എടുത്ത. പോറ്റിയെ കയറ്റിയെന്ന് പാർലമെന്റ് മെമ്പർമാർ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം ഉതകുന്നത് അവർക്കാണ്. അത്ര രാഷ്ട്രീയം ഞങ്ങൾ അതിനകത്ത് പറഞ്ഞു. ശ്രീ സന്ദീപ് വാര്യർ മറുപടി. ഒന്ന്, ശ്രീ PK ഗോപൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ഞാൻ പണ്ട് വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ആദ്യം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ പണ്ട് പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം ഇക്കഴിഞ്ഞ സ്വർണ്ണപ്പാളി മോഷണത്തിനെതിരെ നടന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സർക്കാർ എന്നെ ജയിലടച്ചത്. ഞാൻ 10 ദിവസം ജയിലിലായിരുന്നു. എൻ്റെ കൂടെ പ്രക്ഷോഭത്തിന് കൂടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രൈസ്തവരും ഉണ്ട് എന്ന കാരണം കൊണ്ട് പത്തനംതിട്ട നഗരത്തിൽ നിങ്ങൾ പൊതുപരിപാടി നടത്തി മൈക്ക് കെട്ടി പച്ച വർഗീയത വിളിച്ചു പറഞ്ഞവരാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊണ്ട് ദേവസ്വം ഓഫീസ് തകർക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ ചെന്നു എന്നാണ് നിങ്ങൾ പ്രസംഗിച്ചത്. നിങ്ങൾ അങ്ങനെയാണ് പ്രചരണം നടത്തിയത്. അപ്പം നിങ്ങൾ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഈ വിഷയം പോലും ഉപയോഗിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് നിങ്ങൾ നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒന്ന് അതാണ് ഈ പാട്ട് വിഭാഗത്തിലും കണ്ടത്. പാട്ട് എഴുതിയതിന് പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ മുസ്ലിം വിഭാഗത്തിനെതിരായിട്ട് ജനങ്ങളെ തിരിക്കാനുള്ള, അയ്യപ്പ വിശ്വാസികളെ തിരിക്കാനുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തി. പക്ഷേ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ ഒന്നാകെ നിങ്ങൾക്കെതിരായിട്ട് നിലകൊണ്ടപ്പോൾ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ നിങ്ങൾ ആ കേസിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ വരെ നിങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ ഒന്നും നിലപാട് ഇതായിരുന്നല്ലോ. ആ പാട്ട് എന്തോ മഹാ അപരാധം എന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പാട്ട് പ്രശ്നമല്ലാതായി തീർന്നത്? അപ്പം ഇന്നലെ വരെ നിങ്ങളെടുത്ത നിലപാട് ഇന്ന് നിങ്ങൾ മാറ്റി. കാരണം വലിയ അബദ്ധമായി പോയി എന്ന് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടു. ഒന്ന്. 2, അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ,
അടുത്ത ദിവസം തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ വേറെ കേസിൽ ജയിലിൽ പോകുന്ന പറഞ്ഞത്. അത് ഏത് കേസാണെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കാരണം അദ്ദേഹത്തിന് കേരളത്തിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് ചുമതലയുണ്ടോ? ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? എന്നെ ഏത് കേസിലാണ് ഇനി അവരകത്താക്കാൻ പോകുന്നതെന്ന്? അപ്പോൾ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? അത് അറിയാൻ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാവും. ചർച്ചയിലെ സഹ പാനലിസ്റ്റിനെ നിങ്ങൾ ജയിലിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? അതല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിന് അറിയാത്ത, എനിക്കറിയാത്ത മറ്റെന്തെങ്കിലും കള്ളക്കേസ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ കേരളത്തിൽ? നിങ്ങൾ ആ കാര്യം തുറന്നു പറയാൻ തയ്യാറാകണം. അപ്പോൾ ആ രീതിയിൽ സഹ പാനലിസ്റ്റിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒട്ടും ശരിയല്ല. ഈ രാജ്യത്തെ നീതി നിയമ സംവിധാനങ്ങൾ AKG സെന്ററിൽ പോയി കുനിഞ്ഞു നിൽക്കാത്തിടത്തോളം കാലം എനിക്കതിന് വിശ്വാസമുണ്ട്. ഞാൻ നീതി നിയമ സംവിധാനങ്ങളുടെ മുന്നിൽ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും. അതിൽ എനിക്ക് ഒരു ഭയവുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് ജയിലാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ ആ ജയിലിൽ പോകാൻ എനിക്കൊരു മടിയില്ല. ഞാൻ ഒരു കാരണവശാലും നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, രാഷ്ട്രീയമായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോഴും പത്മകുമാറിനെയോ അതല്ലെങ്കിൽ വാസുവിനെയോ ഇതിൽ യഥാർത്ഥ കുറ്റവാളികളാണെന്ന് പറയാൻ തയ്യാറാവുന്നില്ലോ. അദ്ദേഹം മറിച്ച് കുറ്റപ്പെടുത്തുന്ന മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നു. അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഉണ്ണീഷൻ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഫോട്ടോയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ളവരാണോ? ഇവിടെ ഈ സ്വർണ്ണപ്പാളി മോഷണം നടന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം അധികാരത്തിലിരുന്നിട്ടുണ്ടോ? ഇനി മറ്റൊന്ന്, ഈ സ്വർണ്ണപ്പാളി അവിടുന്ന് എടുത്തുകൊണ്ടുപോകാനും അവിടെ വീണ്ടും സ്വർണം പൂശാനും ഒക്കെ എഴുതി വെച്ചത് ആരാണ്? ഒപ്പിട്ട് കൊടുത്ത ആരാണ്? ഇതൊക്കെ രേഖകൾ ഓൺ റെക്കോർഡുള്ളതല്ലേ? ഇനി അന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തിലല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ചങ്ങ് ജയിലിടുന്നേ. എന്താ നിങ്ങൾക്കതിന് കഴിയാതെ പോകുന്നത്? അപ്പൊ ജയിലിൽ കിടക്കുന്നത് ആരാ? കോൺഗ്രസ് നേതാക്കന്മാരാ? നിങ്ങളുടെ CPM ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA വാസു ആരാ? വാസു നിങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗുരുദാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നയാൾ. എന്നിട്ട് നാണമില്ലാതെ ഞങ്ങൾ ഇതെല്ലാം കോൺഗ്രസ്സുകാരെന്ന് പറയാ. ഇനി ഉണ്ണീഷൻ പോറ്റി ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ രഹസ്യം പറയുന്ന ഫോട്ടോ ഇല്ലേ? അപ്പൊ മുഖ്യമന്ത്രി ഉണ്ണീഷൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഒരു ഫോട്ടോയുടെ പേരിൽ ഉണ്ണീഷൻ പോറ്റിക്ക് ബന്ധമുണ്ടെങ്കിൽ അതിനേക്കാൾ ബന്ധമുള്ളത് മുഖ്യമന്ത്രിയുടെ കുടുംബമായിട്ടല്ലേ? അവരല്ലേ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ പുറത്തുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതും സമ്മതിക്കണം. നിങ്ങൾ പുറത്തോട്ട് വെക്കുന്ന മാനദണ്ഡ പ്രകാരം ഫോട്ടോ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുമായിട്ടാണ് അടുപ്പമുള്ളത്. ഇനി കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പുറത്തു വന്ന ഫോട്ടോകളിൽ കേരളത്തിലെ എത്രയോ ഇതുപോലുള്ള അവതാരങ്ങളുടെ കൂടെ മുഖ്യമന്ത്രി ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം സൂചിപ്പിക്കണോ? ഈ മുഖ്യമന്ത്രി ആഫീസിലുണ്ടായിരുന്ന അവതാരങ്ങളെ കുറിച്ച് നമുക്കറിയുന്നതല്ലേ? അപ്പൊ ഞാൻ അതിലേക്കൊന്നും ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൃത്യമായിട്ടും CPM നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സ്വർണ്ണക്കൊള്ളയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം, വൻതോക്കുകൾ, ആ വൻതോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം പിണറായി സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം സർക്കാരാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്ലിഫ് ഹൗസിൽ നിന്നല്ലാതെ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റുമോ? സാമാന്യ യുക്തിയല്ലേ ഗോപീകൃഷ്ണൻ? പ്രതിപക്ഷ നേതാവിന് സമ്മർദ്ദം എത്തി കഴിഞ്ഞാൽ ഈ അന്വേഷണം വഴിതെറ്റോ? ഇല്ലല്ലോ. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാണ്. അതല്ലാതെ മറ്റാരാണ് സമ്മർദ്ദം ചെലുത്താനുള്ളത്? ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇനി ഇവിടെ BJPയുടെ പ്രതിനിധി ഒരു കാര്യം പറഞ്ഞു. BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? BJP പ്രതിനിധി ഏറ്റവും അവസാനം പറഞ്ഞു ഒരു കുത്തുവാക്ക്. എന്താ പറഞ്ഞത്? ഒരു ഫോട്ടോ ഉള്ളത് കൊണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാര്, അദ്ദേഹം ഉദ്ദേശിച്ചത് സോണിയാഗാന്ധിയാണ്, മാഡം സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയൊക്കെ ജയിലിൽ പോകും, അങ്ങ് ജയിലിലേക്ക് ആക്കി കളയുന്നാണ് പറഞ്ഞത്. എന്നാൽ അങ്ങോട്ട് ഒരത്തി കളയുന്നതാണ് BJP നേതാക്കന്മാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED കുറ്റപത്രം പോലും കോടതി സ്വീകരിച്ചില്ല, എടുത്ത് ചവറ്റുകൊട്ടെ തള്ളിയിട്ടുണ്ട്. ഡൽഹിയിൽ ഏതോ തോട്ടിക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുത്ത് ആദ്യം പഠിച്ചു നോക്ക്. നിങ്ങൾ സോണിയാഗാന്ധി അങ്ങ് ജയിലിലാക്കാൻ നടക്കും. ആംബിയറിൽ ഒരുത്തിനൊന്നും BJP ആഫീസിൽ ഇപ്പൊ ഇല്ല എന്നാണ് അദ്ദേഹത്തോട് വിനീതമായി പറയുന്നത്. ഒരു കാര്യം ഇനി ഞാൻ ചോദിക്കട്ടെ, ED അന്വേഷിച്ച ഈ ഒരു സെക്കൻഡ് അല്ലല്ല ഗോപീഷ് ഒരു മിനിറ്റ് ജയിലുണ്ട്. ED അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി ജയിലിൽ പോയത്. ED അന്വേഷിച്ച ഏത് കേസിലാണോ ജയിലിൽ പോയിട്ടുള്ളത്? ED അന്വേഷിച്ച എല്ലാ കേസിലും CPM നേതാക്കന്മാരെ രക്ഷിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ CPM നേതാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒത്തുകളിയാണ് ന്യായമായി സംശയിക്കേണ്ടി വരും. ഇവിടെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അല്ലല്ല ED കൊടുത്ത കുറ്റപത്രം സോണിയാഗാന്ധിക്കെതിരെ കൊടുത്ത കുറ്റപത്രം തോട്ടി കളഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ. അതിന് മാത്രമുള്ള ആംബിയറുള്ള അതിന് മാത്രം നട്ടലുറപ്പുള്ള ഒരുത്തരും ഇന്ന് കേരളത്തിലെ മഹാരാഷ്ട്രയിലില്ല. നിങ്ങൾ രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചത് മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയതും രാധാകൃഷ്ണനിൽ നിന്ന് കൂട്ടുനിൽക്കാത്തതുകൊണ്ടാണോ? നിങ്ങൾ OR കേളുവിനെ ദേവസ്വം ബോർഡിൽ നിന്ന് മന്ത്രിയാക്കാത്തത് ഈ വിഷയങ്ങൾക്കകത്ത്, ഈ പ്രശ്നങ്ങൾക്കകത്ത് അല്ല ശരി, ഇതെല്ലാം കേട്ട് സജീവൻ സാർ ഉണ്ട്. സജീവൻ സാർ, സമയപരിമിതി ഉണ്ട്. ഏതായാലും ഈ താങ്കൾ ഈ ചർച്ചയിൽ വിളിച്ചത് ഇതിലെ
പിന്നെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പി കെ ഗോപൻ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്താൽ അത്തരം ഒരു സംശയം അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും ഒരു ദുരുദ്ദേശം താങ്കളെ ഈ അതിഥിയായി വിളിച്ചത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം താങ്കൾക്കും അറിയാം. അത് പ്രേക്ഷകരിലേക്കും ഞങ്ങൾ പറയുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതിയുടെ പരാമർശങ്ങൾക്ക് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.